കരിപ്പൂർ വിമാനത്താവള പരിസരങ്ങളിൽ താമസിക്കുന്നവർ പൊടിശല്യം മൂലം ദുരിതത്തിൽ. വിമാനത്താവളത്തിലെ റൺവേ വിപുലീകരണ ജോലികൾ നടക്കുമ്പോഴുണ്ടാകുന്ന പൊടിയാണ് പ്രശ്നം. റസയുടെ വിപുലീകരണമാണ് നടക്കുന്നത്. പരിസരവാസികൾക്ക് പ്രയാസമില്ലാത്ത രീതിയിലായിരിക്കും വിപുലീകരണ ജോലികളെന്ന് നേരത്തെ അധികൃതർ ഉറപ്പു നൽകിയിരുന്നുവെന്നും എന്നാൽ പൊടിശല്യം മൂലവും മറ്റും അവിടെ താമസിക്കാനാകാത്ത രീതിയിലാണ് കാര്യങ്ങളെന്നും നാട്ടുകാർ. വിഷയം നഗരസഭാ യോഗം ചർച്ച ചെയ്തു. നടപടി വേണമെന്ന പരിസരവാസി കൂടിയായ കൌൺസിലർ സി സക്കീന ആവശ്യപ്പെട്ടു. നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ UK മുഹമ്മദ് ഇഷ. നമുക്കറിയാം, എയർപോർട്ടിന്റെ റൺവേ വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാലക്കാപ്പറമ്പിൽ ഇപ്പോൾ മണ്ണടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ ആ സ്ഥലം സന്ദർശിക്കാൻ പോയി. അപ്പോൾ എനിക്ക് കണ്ട ഞാനൊരു കാഴ്ച എന്ന് പറയുന്നത് 14 വീടുകൾ ഒറ്റപ്പെട്ട് താമസിക്കുകയാണ്. ആ 14 വീടുകൾ ഇപ്പോൾ അവർ മണ്ണടിക്കുമ്പോൾ പൊടിശല്യം കൊണ്ട് വീട്ടിൽ ഉറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഓരെ സംബന്ധിച്ചോളം എന്നുള്ളത്. മാത്രമല്ല, പൊടി നമുക്കറിയാമല്ലോ, ഏത് വോൾസിലൂടെയും കയറി വരും. 3 വീട്ടിലുള്ള 3 സഹോദരന്മാർ ആസ്പത്രിയിലാണ്. ഒരാൾ ഈ ലെൻസിന് പൊടി കയറിയിട്ട് ഓപ്പറേഷത്തിന് വിധേയമായിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ 14 വീടുകൾക്കുള്ളൊരു ബുദ്ധിമുട്ട്, മറ്റൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അവർക്ക് വഴിയില്ല. കാരണം അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പൊതുവഴി അവർ അക്വയർ ചെയ്തു പോയി. രണ്ടാമത്തെ കാര്യം, അവർക്ക് ഇലക്ട്രിസിറ്റി ഇന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് കട്ട് ചെയ്യാൻ വന്നു. അവർക്ക് അത് നാട്ടുകാർ തടഞ്ഞത് കൊണ്ടാണ് ഇന്ന് അവർക്ക് കറണ്ട് ഉപയോഗിക്കുക. ഏത് സമയത്തും അവർ ഇലക്ട്രിസിറ്റി ലൈൻ കട്ട് ചെയ്യും എന്നുള്ള രൂപത്തിലാണ്. മറ്റൊരു കാര്യം എന്താ പറഞ്ഞാൽ, അവർക്ക് കുടിവെള്ളമില്ല. കുടിവെള്ളം കൊണ്ടുപോകാൻ അവർക്ക് വഴിയില്ല. അതുകൊണ്ട് ആ ഭാഗത്തുള്ള ആളുകൾക്ക് വെള്ളത്തിന് വേണ്ടി വളരെ പ്രയാസപ്പെടുകയാണ്. ഞാനവിടെ പോയപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. ഈ 14 വീടുകൾ വളരെ ഒറ്റപ്പെട്ട് കഴിയുന്നത് ആരോരുമില്ലാതെ, ആരും സഹായിക്കാൻ കഴിയാത്ത രൂപത്തിലാണ്. അതുകൊണ്ട് ഇന്ന് കൗൺസിലിൽ ഞാൻ തന്നെയാണ് അത് ഒരു പ്രത്യേക അജണ്ടയായി കൊണ്ടുവന്ന് ഇന്ന് അടിയന്തരമായി അതിന്മേലൊരു തീരുമാനം കൈക്കൊള്ളുന്നതിന് വേണ്ടി നമ്മൾ ജില്ലാ കലക്ടറെയും അതേപോലെ എയർപോർട്ട് അതോറിറ്റിയെയും ഈ വിവരങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെ അവതരിപ്പിച്ച് ഒന്നുകിൽ ഇവരെ മണ്ണടിക്കുന്നത് കഴിയുന്നത് വരെ ഇവരെ വേറെവിടെയും വെച്ച് താമസിപ്പിക്കുകയോ അതോടൊപ്പം തന്നെ അവർക്ക് ആ 14 വീട്ടുകാർക്ക് പോകാനുള്ളൊരു വഴിയും അതേപോലെ തന്നെ കറണ്ടിൻ്റെയും വെള്ളത്തിൻ്റെയും ഒരു പരിഹാരം അടിയന്തരമായി ചെയ്യണം എന്ന് ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പൊടിശല്യം സഹിക്കാനാകാതെ കുട്ടികളും വയോധികരുമായി പലരും രോഗികളായി മാറിയിട്ടുണ്ടെന്ന് നാട്ടുകാർ. അടുക്കളയിൽ പാചകം പോലും അസാധ്യമാകുന്ന രീതിയിലാണ് പൊടിശല്യം എന്ന് കൌൺസിലർ സി സക്കീന പറഞ്ഞു. പരിസരത്ത് മദ്യപർ ഉൾപ്പെടെ സാമൂഹ്യവിരുദ്ധരുടെ ശല്യമുണ്ടെന്നും പരാതികളുണ്ട്. പരിസരവാസികളുടെ പ്രയാസങ്ങൾ പരിഹരിക്കണമെന്ന് ഭരണസമിതി യോഗം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് എയർ1. Who is the most special person in your life? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ്? ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ. സോ ലവ് യുവർ സെൽഫ്, ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.